അല്ലല്ല, ഞാൻ 30 സെക്കൻഡ് എടുക്കും. എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ്. അങ്ങനെ പറയുന്ന ദളിത് തീവ്ര സ്വരക്കാരുണ്ട്. അങ്ങനെ പറയുന്ന വേദങ്ങൾ രാമായണം കത്തിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമസ്വാമി നായ്ക്കറുണ്ട്. അവരോട് എന്ത് ചെയ്യണം? നിങ്ങൾ കത്തിച്ചോളാൻ പറയണോ? ഇല്ല. ഖുറാനാകട്ടെ, ബൈബിൾ ആകട്ടെ, ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ. ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത്. എന്താണ് പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ പറയട്ടെ, ഇനി ഞാൻ മറുപടി മറുപടിയാണ്. ഞാനതിന് മറുപടിയാണ്. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു. രണ്ടുപേരുടെ മാത്രം കാര്യം പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അതിനെ ഞാൻ പറയാം. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. പാകിസ്ഥാൻ തന്നെ തെളിവ് ചോദിക്കുന്നു, പാകിസ്ഥാൻ തന്നെ ഭീകരതയെ ഊട്ടി വളർത്തുന്നു എന്ന കാര്യം പറയുന്നു. ഇതോടൊപ്പമാണല്ലോ രാജ്യത്തിനകത്തും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒന്നാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചത് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അതേ കാര്യങ്ങൾക്ക് വെള്ള പൂശുന്ന രീതിയിലുള്ളതായി പോയില്ലേ? നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകരടക്കം ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ സംശയം ബീഹാർ തെരഞ്ഞെടുപ്പ് ആണ്. തന്നെയുമല്ല, അവരൊരു പാരലൽ അതിലേക്ക് ഡ്രോ ചെയ്യുന്നുണ്ട്. ഏതൊരു വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുത്തുകൊണ്ട്, സിവിലിയൻസിലെ ആയിക്കോട്ടെ പട്ടാളക്കാരെ ആയിക്കോട്ടെ, അങ്ങനെ കുരുതി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള താല്പര്യം മാത്രമാണുള്ളത് എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ വിമർശനമാണ്. അത് ശരിയാ. അപ്പോ തീവ്രവാദത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചുരുങ്ങിയത് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ ട്രാക്കിലാണെന്നെങ്കിലും പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന പാഷാണത്തിൽ കൃമികളാണ് ഇവിടെ ഉള്ളത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അത് സുരക്ഷാ വീഴ്ചയിലാണ് തുടങ്ങുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. അതേക്കുറിച്ചുള്ള അന്വേഷണവും വേണ്ടതാണ്. പക്ഷേ സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപത്തിൽ തുടങ്ങി അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് വന്ന് ഒടുവിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്തിനകത്ത് തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരാക്രമണമാണോ എന്ന രീതിയിലേക്ക് വിമർശനം മാറുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പോലും സമ്മതിക്കുകയാണ് ഭീകരതയെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം. ആ സമയത്താണ് രാജ്യത്തിനകത്തിരുന്നുകൊണ്ട് ഈ വിധം വർത്തമാനം പറയുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പാകിസ്ഥാനിലെ തന്നെ അധികാരത്തിലുള്ള ആൾക്കാരുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെ അവർക്ക് വേണ്ടുന്ന ചേടിവേല ചെയ്യുന്ന ആൾക്കാർ ഇതേവരെ അത് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കൈ നമ്മുടെ സർക്കാരിനുണ്ട് എന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് പ്രതികാരമൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ എവിടെയാണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ നിരവധിയാണ്. അത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരുമുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് വന്ന് ഈ പഹൽഗാമിലെ ഡിസ്ട്രിക്റ്റിൽ അവിടെ വന്നിട്ട് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ആൾക്കാർ അവരൊരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് പാകിസ്ഥാന്റെ ഈ പഹൽഗാം ആക്രമണത്തിലുള്ള അവരുടെ ഡയറക്റ്റ് അഡ്മിഷന് തുല്യമാണത്. കാരണം ആർക്കാണ് കാശ്മീരിൽ സ്വാതന്ത്ര്യം വേണ്ടത്? കാശ്മീർ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ രണ്ട് എൻറ്റിറ്റികളേ ഉള്ളൂ. അതിലൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. 100% ഞാൻ യോജിക്കുന്നു. അന്ന് മതത്തിന്റെ പേരിൽ ഇത് രണ്ട് രാജ്യമായി പോകുന്ന സമയത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകാനായിട്ട് ട്രെയിനുകൾ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ മിസ്സായി പോയ കുറേയധികം ആൾക്കാർ അവരുടെ ഹൃദയത്തിലും ആത്മാവിലും എല്ലാം തന്നെ പാകിസ്ഥാന്റെ പതാക പേറുന്ന കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതായി ഈ അവതാരം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ മാത്രം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ദേശവിരുദ്ധത ഇതേപോലെ പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. പാകിസ്ഥാൻ
പറയാൻ ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ നാവുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആദ്യത്തെ ദിവസത്തെ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റും പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റും, പാകിസ്ഥാൻ പട്ടാള മേധാവി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പർ. ഒരു മൗദൂദി ചാനലിൽ ഇരുന്ന് പറയുന്നത് എന്താ? അവിടെ വെടിവെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഭീകരർക്ക് താടി ഉണ്ടായിരുന്നില്ല, അവരെ കെട്ടിയ തലപ്പാവ കാവി നിറവായിരുന്നു. ഇവനെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണ്ടേ? വാസ്തവത്തില് എന്തും ഒരു ചാനലുണ്ട് എന്ന് വെച്ച് ആ ചാനലിലൂടെ ഇങ്ങനെ ഭാരതത്തിന്റെ യശസ്സിനെ, ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഭാരതത്തിന്റെ ദേശീയതയെ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ ഭീകരരെ സംരക്ഷിക്കുന്ന, വെള്ളപൂശുന്ന തനി രാഷ്ട്രീയ വർഗീയത, ഭീകരവാദം, രാജ്യദ്രോഹം, അതല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? വാസ്തവത്തിൽ തോക്കുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിവെക്കുന്നതെങ്കിൽ നാവുകൊണ്ടാണ് ഈ നാടിനെ ഇല്ലാതാക്കാൻ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന യുവന്മാര്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അതില് ചില മാധ്യമങ്ങൾ, മുക്കാൽ മീഡിയ ഒക്കെ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്, ഇതിൽ രാഷ്ട്രീയം കലക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ കൂടുതൽ ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഇതിലെ ഓരോ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ഇതൊരു ടെറർ അറ്റാക്കാണ്. ഈ ടെറർ അറ്റാക്കിന്റെ മോട്ടീവ് എന്താണ്? അതിനകത്തൊരു മതം തന്നെയാണ്, അതിനകത്തൊരു റിലീജിയൻ അവിടെ ഉണ്ട്. ആ റിലീജിയന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അത് നമ്മൾ ചർച്ച വരികയാണെങ്കിൽ നമുക്കത് പറയാം. ഇനി അതിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ അവിടെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? അത് നമ്മൾ അന്വേഷിക്കണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. പക്ഷെ ഇവിടെ കാണുന്നത് അതല്ല. ഇവിടെ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. ഇത് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അല്ലാതെ വേറെ ഒന്നുമല്ല, ബാക്കിയുള്ളതൊക്കെ വേറെ നമ്മളിവിടെ പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതി അത് നമുക്ക് അനുവദിക്കാം. ഇത് ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സമാധാനം ഇവിടെ പുലരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന UDF പ്രതിനിധിയോടും കൂടി എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ, മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ് നടന്ന ആളാണ് നിങ്ങൾ, ഈ ഇവിടുത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളത്. ഇന്നലെ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഈ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന വാദം ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടോ? എന്താണ് നിങ്ങൾ അതിനകത്ത് ഉള്ള നിലപാടെന്ന് നിങ്ങൾ പറയണം. അതല്ലാതെ ഇത് വെറുതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. അത് പുനഃസ്ഥാപിക്കണം എന്ന വാദത്തിൽ ഇപ്പോൾ നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ ചോദിക്കണം, പറയണം. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവും. പിന്നെ മോദി ഗവൺമെന്റ് വന്നു, ഇതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമാധാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് 370 എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും. മൾട്ടി ഫേസറ്റഡ് ആണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. 3 കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് ആവശ്യമില്ലാതെ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഇലക്ഷനാണ്, അതിന്റെ പിന്നിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അത് മുസ്ലിം സമൂഹത്തിലെ പലരുമാണ് ചെയ്യുന്നത്. അവരത് ചെയ്യരുതെന്നുള്ളതാണ് അഭ്യർത്ഥന. 2, അവരത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാര്യം അവരാണ് മുൾമുനയിൽ നിൽക്കുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഓബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം
ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാ പോരെ? ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ, അതായത് ബാക്കിയുള്ള സൗദി അറേബ്യയോ ഒമാനോ ഗൾഫോ അല്ല UAE അല്ലെങ്കിൽ ഖത്തറോ, എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാ പോരെ? രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും, പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. ഒന്നത്. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. മര്യാദ കാണിക്കും. നിങ്ങളെന്തിനാ അസഹിഷ്ണുതയാവുന്നത്? ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ കുറയ്ക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്തേക്ക് കേടാ. ഉള്ള കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമില്ല. ആദ്യം പറയണ കേട്ടു. രാഹുലൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. സംസാരിക്കാലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അല്ല രാഹുൽ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. പാകിസ്ഥാൻ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദം സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല, രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ. താങ്കൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. ഞാനതിന്റെ മറുപടിയാണ്. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുമെന്ന് മതത്തെയും അപമാനിക്കാൻ ആരും അനുവദിക്കുകയില്ല. ഒരു മതത്തെയും അപമാനിക്കാൻ ഒരിക്കലും രണ്ടുപേരുടെ മാത്രം കാര്യം പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അതിനെ ഞാൻ പറയാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. ഞാൻ ചോദിക്കുന്നത്, ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷൻ ഉള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ? അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാഞ്ഞതാണോ? അല്ല.
അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 9%, 10% ആക്യുറേറ്റ് മെഷർ അല്ല, കാരണം കുറെ അധികം ആൾക്കാർ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇനിയും ഇതിൽ താഴാനുള്ള സാധ്യതയുള്ളൂ. ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ആവറേജ് കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് റഫ്ലി ഒരു 15% നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ. ശരി, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെയും പ്രസ്താവനകളെ ഡാനിഷ് കനേരിയെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുകൂടി രാഹുൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. മറുപടി ശ്രീജിത്ത് താങ്കൾക്കുള്ള മറുപടിയാണ് നൽകിയത്. ശരി, അല്ല ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായം ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ്, നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ? പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ആ ഉടായ്പ നിർത്തൂ. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. തീവ്രവാദികളെ കുറിച്ച് പറ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ, നിങ്ങൾ ഉടായ്പ നിർത്തൂ. രാഹുൽ, മുസ്ലിം സമം തീവ്രവാദികളെന്നല്ല നമ്മളാരും പറയുന്നത് കേട്ടോ. മുസ്ലിം സമം ജിഹാദികളെന്ന് നമ്മളാരും പറയുന്നില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ശ്രീജിത് ഭായ് പറഞ്ഞില്ല, പക്ഷെ ഇസ്ലാം സമം തീവ്രവാദം എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അതാണല്ലോ അത് ശ്രീജിത്ത് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് പറയാലോ, തെളിവുള്ള കാര്യമില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അല്ല. അത് ആരിഫിന്റെ മാത്രം അഭിപ്രായമാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിന് തെളിവുണ്ടല്ലോ, ഇല്ലെങ്കിൽ അതിന് പറയും. ഏതാ തെളിവ് വേണ്ടെന്ന് പറയും, ഞാൻ പറഞ്ഞുതരാം. ഗസ്വായ ഹിന്ദ് തീവ്രവാദമാണോ അല്ലേ? പറയും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഗസ്വായ ഹിന്ദ് ഖുറാനിലല്ല, ഹദീസിലുണ്ടല്ലോ. മുഹമ്മദ് നബി പഠിച്ച കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മദ്രസയിൽ ഖുർആനിന്റെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഇത് അറിയോ രാഹുലിന്? ഇല്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാ നിൽക്കരുത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിയാസ് താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. രാഹുൽ, നിയാസ് അല്ലല്ലോ, സമയം കൊടുത്താൽ എന്ത് ന്യായമാണ്? അല്ല, ഒരു ന്യായമില്ല. നിയാസ് സംസാരിക്കട്ടെ. മഞ്ജുഷ് എന്ന മാധ്യമ പ്രവർത്തന മര്യാദ കാണിക്കണം. അല്ല, താങ്കൾ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. രാഹുൽ അത് പോയത് ആരിഫ് ഹുസൈനാണ്. ഞാൻ ശ്രീജിത്ത് പറഞ്ഞതിന് താങ്കൾ മറുപടി പറയൂ എന്നാണ് പറഞ്ഞത്. താങ്കൾ അന്നേരം ആരിഫ് ഹുസൈനിലേക്ക് പോയി. അങ്ങനെയല്ലത്. ശ്രീജിത്ത് പറഞ്ഞതിനുള്ള മറുപടി പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിയാസിലേക്ക് പോവുകയാണ്. എനിക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല, താങ്കൾക്കാണ് സൗണ്ട് കൂടുതൽ. ശരി, നിയാസ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും, തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ല, ഞാൻ 30 സെക്കൻഡ് എടുക്കും. എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ്. അങ്ങനെ പറയുന്ന ദളിത് തീവ്രസ്വരക്കാരുണ്ട്. അങ്ങനെ പറയുന്ന വേദങ്ങൾ, രാമായണം കത്തിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമസ്വാമി നായ്ക്കറുണ്ട്. അവരോട് എന്ത് ചെയ്യണം? നിങ്ങൾ കത്തിച്ചോളാൻ പറയണോ? ഇല്ല. ഖുർആൻ ആകട്ടെ, ബൈബിൾ ആകട്ടെ, ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ. ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത്. എന്താണ് പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയും ദേശീയ മാധ്യമങ്ങളിൽ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവിടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്നതും കാണണം. തീർച്ചയായും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനെ ഇസ്ലാമിക് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന് ഇസ്ലാമിക് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന് തന്നെയാണ് പോയിന്റ്. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇവിടെ ഹിന്ദു ഭീകരവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഹിന്ദു വളരെ സമാധാന മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള ചില തീവ്രമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അതിനെ ഹിന്ദു മതം അങ്ങനെയൊന്നും അല്ല, അതിനകത്ത് കുറെ പ്രശ്നമുണ്ട് എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞ മാതിരി ഇസ്ലാം സമാധാന മതം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, ഇസ്ലാമിൽ വളരെ തീവ്രമായ തീവ്രവാദത്തിന് നേരിട്ട് പ്രോത്സാഹനം ചെയ്യുന്ന കാര്യമുണ്ട് എന്ന് പറയും. ഇവിടെ നിയാസ് ഇന്ന് വെള്ളിയാഴ്ച എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പൊടുന്നനെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സാധാരണ ഇത് വെള്ളിയാഴ്ച ഞാൻ ബോംബ് ബ്ലാസ്റ്റ് ഡേ എന്നാണ് വിളിക്കാറ്. ബോംബ് ബ്ലാസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയോ? അവിടെ പാകിസ്ഥാനിൽ ഇന്നും അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്.
മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.